ദേ നോക്കിയേ, നമുക്കിന്നൊരു പുതിയ വീഡിയോ കണ്ടാലോ? എന്താ സ്പെഷ്യലെന്നറിയാവോ? ഇന്നൊരു മുട്ട വെച്ചിട്ടൊരു അവിയലാണ്. മുട്ടയും കുറച്ച് വെജിറ്റബിൾസും കൂടെ ഇട്ടിട്ട് നമുക്കൊരു അവിയലുണ്ടാക്കാം. അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ അവിയൽ കഴിക്കാൻ വലിയ മടിയാണ്, വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ. അപ്പോൾ മുട്ടയും കൂടി വെച്ചുണ്ടാക്കിയാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2-3 ഉരുളക്കിഴങ്ങ്, തക്കാളി, സവാള, എരിവിന് വേണ്ട പച്ചമുളക്, അതെല്ലാം കൂടി എടുത്ത് നമ്മൾ സാധാരണ അവിയലിന് അരിയുന്ന പോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ നല്ല ജീരകവും പിന്നെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്ന മുളക്, കറിവേപ്പില, അതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഇനി മുട്ട ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് 4ആയിട്ടൊന്ന്, ഒരു മുട്ടയെ 4ആക്കി എടുത്ത് വയ്ക്കാം. ഇനി ഞാൻ അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ മിക്സിയിലിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, ജസ്റ്റ് ഒതുക്കിയെടുത്താൽ മതി, പേസ്റ്റ് ആവണ്ട. ഇനി നമ്മൾ പാൻ വെച്ചിട്ട് പച്ചക്കറികളെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ച് പച്ചക്കറികളെല്ലാം അതിനകത്തോട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമ്മൾ നേരത്തെ അരയ്ക്കുമ്പോഴത്തേക്ക് ഈ മിക്സി കഴുകി ഒഴിക്കുന്ന വെള്ളമില്ലേ, അത് കളയരുത്. അത് ഇതിനകത്തോട്ട് വെച്ച് അടച്ചു വെച്ച് നമുക്കൊന്ന് കുറച്ച് വേവണം. ആ കാര്യം എന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങൊക്കെ വേവാനുള്ളതല്ലേ, അപ്പോൾ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ, സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും മുട്ട അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. കാര്യം ഈ പിള്ളേരൊന്നും കഴിക്കത്തില്ല, ഇവിടുത്തെ പിള്ളേർ കഴിക്കുകയില്ല, വെജിറ്റബിൾസ് അവർക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇതുപോലെയുള്ള സൂത്രപ്പണികളൊക്കെ ഒപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഏകദേശം ഒരു 1/4 വേവൊക്കെ ആകുമ്പോൾ, അര വേവാകുമ്പോൾ നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് ഇളക്കി വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിക്കാം. കാര്യം നമ്മൾ മുട്ട വേവിച്ച് വെച്ചതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു 1/4 വേവ് കഴിയുമ്പോൾ മുട്ട അതിനകത്തോട്ടിട്ട് ഒരുപാട് ഇളക്കണ്ട കേട്ടോ, ജസ്റ്റ് ഇളക്കി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അതവിടെ ഇരുന്ന് വേവട്ടെ. ഇനി ഇത് കടുക് താളിക്കാനുള്ള ഐറ്റംസ് നോക്കാം. വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളിയും ചുവന്ന മുളകും എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റിയെടുക്കാം. നേരത്തെ ഇപ്പം നമ്മളുടെ മുട്ട അവിയൽ റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി ഈ വറുത്ത മുളകും കൂടി അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ നമ്മളെ മുട്ട അവിയൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട അവിയൽ റെഡി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഉണ്ടാക്കുന്ന പല രീതിയിലാണെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒക്കെ ഉണ്ടാക്കുന്ന ഐറ്റംസാണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്.